ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ടവരെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരപ്പനും മകനും കൂടെ പള്ളിപ്പെരുന്നാൾ കാണാൻ പോയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പള്ളിപ്പെരുന്നാൾ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പയ്യൻ, കൊച്ചു പയ്യനാണ്, അവന് ഭയങ്കര സന്തോഷമായി. അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെയും കാത്തിരുന്നു. പള്ളിപ്പെരുന്നാളിന് പോകാനുള്ള കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അവൻ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൻ വന്നത്. അപ്പനും ഒന്ന് കുളിച്ചൊരുങ്ങി അവൻ്റെ കൈക്കും പിടിച്ച് പള്ളിപ്പെരുന്നാളിന് കാണാനായിട്ട് രണ്ടുപേരും കൂടി പോവുകയാണ്. പള്ളിപ്പെരുന്നാൾ കാണാൻ പോകുന്ന ആ വൈബ്, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ പോയ ആ ഒരു സെനാരിയോ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ തീവ്രത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൻ്റെ കൈക്ക് പിടിച്ച് പള്ളിപ്പെരുന്നാളിന് പോകുന്നത്, അവൻ്റെ ഉദ്ദേശം പള്ളിയിൽ പോയി ആരാധിക്കുകയോ അല്ലെങ്കിൽ നേർച്ചയിടുകയോ ഒന്നുമല്ല. അവിടുത്തെ കച്ചവടങ്ങൾ കാണണം, പറ്റുകയാണെങ്കിൽ ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങൾ സ്വന്തമാക്കണം, അവിടെയുള്ള റൈഡുകളിലൊക്കെ ഒന്ന് കയറണം. അവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫുൾ ഇലൂമിനേഷൻ, അവൻ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം, ഇടയ്ക്കൊന്ന് തുള്ളിച്ചാടുന്നുണ്ട്, അപ്പൻ്റെ കൈക്ക് പിടിച്ച് തൂങ്ങുന്നുണ്ട്. ഇടയ്ക്ക് കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ചവച്ച് കഴിച്ച് ആ മരണക്കിണറും ആ ജയന്റ് വീലും എല്ലാം കണ്ടിങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുന്നു, അവരുമായിട്ടൊക്കെ സന്തോഷിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഉല്ലസിച്ച ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ അവർ ചുറ്റി നടന്ന് കാഴ്ചകൾ കാണുന്നതിന്റെ ഇടയിൽ എപ്പോഴോ ഒരു അവസരത്തിൽ അപ്പന്റെ കയ്യിൽ നിന്ന് ഇവൻ പിടുത്തം വിട്ടു. അപ്പന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട ഇവൻ ആൾക്കൂട്ടത്തില് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴും ഈ സന്തോഷങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ തിരിച്ചറിയാണ്, അപ്പൻ എൻ്റെ കൂടെ ഇല്ല. സെനാരിയോ ഒന്നും മാറുന്നില്ല. അപ്പോഴും ചെണ്ടമേളമുണ്ട്, ബാൻഡ് സെറ്റ് ഉണ്ട്, ഇലൂമിനേഷൻ ഉണ്ട്, അവിടെയുള്ള റൈഡുകളൊക്കെ ഉണ്ട്, കച്ചവടക്കാരുണ്ട്, ഉല്ലസിക്കുന്ന ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും പെട്ടെന്ന് അവന്റെ മുഖഭാവം മാറുന്നു. ഈ കാണുന്നത് ഇത്രയും നേരം ഇതെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നുവെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ലോകം മാറുക. അവന് ഭീതി കയറുന്നു. ആ കാണുന്ന സ്വരങ്ങളൊക്കെ അവന് അസഹ്യമായിട്ട് തോന്നുന്നു. ആ കാണുന്ന ആൾക്കൂട്ടം അവനെ ഭയപ്പെടുത്തുന്നു. എല്ലാം ഒരു ഓപ്പോസിറ്റ് വൈബ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്മസ് കാലത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പല ക്രിസ്മസ് ആഘോഷങ്ങളും ഇതുപോലെ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളാണ് എങ്കിൽ അതൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തില്ല എന്ന് മാത്രമല്ല, അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വീട്ടിലേക്കോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് കാരണമാവുകയും ചെയ്യും. ആഘോഷങ്ങളുടെ പേരിൽ നമ്മൾ ആർഭാടമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കളർഫുൾ ആക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രിസ്മസ് സ്പിരിറ്റ്, ആ ഒരു ആത്മാവിലേക്ക്, ക്രിസ്മസിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ കുറെ കാശ് മുടക്കി പ്രതാപം കാണിച്ചു, ഒരു പവർ കാണിച്ചു, ഷോ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി പൈസ മുടക്കി നമ്മൾ കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടല്ലേ? അവിടെയും ചിന്തിക്കുക, ഈ വാങ്ങുന്ന സാധനങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ ചൈതന്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ വാങ്ങുന്നത്? എപ്പോഴും ചിന്തിക്കണം, മിന്നുന്നത് എല്ലാം പൊന്നല്ല, കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയ സാധനങ്ങളുമല്ല. ഡിസേണിങ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഒരു ഡെക്കറേഷൻ ഐറ്റം വാങ്ങുമ്പോഴത്തേക്കും ഇതിൽ ക്രൈസ്തവിക മെസ്സേജ് ഉണ്ടോ, അതോ മറ്റെന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് കച്ചവടക്കാർ നമ്മളെ പറ്റിക്കുകയാണോ? ഒന്നോർത്താൽ അത് വെറും ഒരു വസ്തുവാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല. എങ്കിലും അത് മറ്റേതെങ്കിലും സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് എങ്കിൽ നമ്മുടെ വീട് അതെല്ലാം വാങ്ങിക്കൂട്ടി വെക്കുന്ന ഒരു മ്യൂസിയം ആകരുത്. മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പായുടെ ആ ഒരു വേർഡിങ്സ് കടമെടുത്തിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മുടെ വീട് ഒരു മ്യൂസിയം ആക്കരുത്, ഇറ്റ് ഈസ് എ സാങ്ച്വറി. അത് അതിവിശുദ്ധ സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വിശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ളവയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. സാറ്റാനിക് ആയിട്ടുള്ള സിംബൽസ്, സാറ്റാനിക് ആയിട്ടുള്ള ആർഭാടങ്ങളുടെ പേരിൽ നമ്മുടെ വീടിനകത്തേക്ക് കടന്നുകൂടാൻ സാധ്യതയുള്ളതിനോടൊക്കെ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഭയപ്പെടുത്താനല്ല, ജാഗ്രത ഉണ്ടായിരിക്കണം. ഈ ക്രിസ്മസിന്റെ കുറച്ച് കാര്യങ്ങൾ, ക്രിസ്മസിന് നമ്മൾ സാധാരണയായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുടെ അതിൻ്റെ ആത്മീയ അർത്ഥം, അത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു, എന്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് വെക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളുടെ മുന്നിൽ ക്രിസ്മസിന്റെ ഒരു സ്റ്റാർ തൂക്കിയിടുന്നത് മുതൽ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ് ഈ ക്രിസ്മസിന് വീടിന് മുൻപിൽ തൂക്കിയിടുന്ന സ്റ്റാർ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തരുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ, ഒരുമാതിരി എല്ലാവരും പറയുന്ന ഇതാണ്, ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു. അതൊക്കെ അത് പണ്ട് നടന്ന കാര്യമല്ലേ. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടാലേ ക്രിസ്തുവിന്റെ അന്നത്തെ ജനനം ഓർക്കാൻ പറ്റുള്ളൂ? ഇല്ല. നമ്മൾ എല്ലാ ദിവസവും എല്ലാ ലിറ്റർജിയിലും, കത്തോലിക്ക ലിറ്റർജികളിലെല്ലാം ഒരു കുർബാന ചൊല്ലുമ്പോൾ എല്ലാ കുർബാനയിലും ക്രിസ്തുവിന്റെ ജനനം മുതൽ രണ്ടാം വരവ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓർക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാർ കാണേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ആ സ്റ്റാർ തൂക്കിയിടുന്നത് എന്ന് ആത്മീയ അർത്ഥം, അതിന്റെ സിംബോളിക് സ്പിരിച്വൽ സിംബോളിക് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ടോ അറിയണം. അത് നമ്മൾ ചിന്തിച്ചെടുക്കണം. ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അന്ന് നക്ഷത്രമാണ് ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരെ നയിച്ചത്. വാനിൽ ഉദിച്ച ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിന്റെ മെസ്സേജ് ആയിരുന്നു ഇവരെ നയിച്ച് ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ വീടിന്റെ മുൻപിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുകയാണെങ്കിൽ ഒരു കടമ നമുക്കുണ്ട്. ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഞങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നവരാണ് എന്നുള്ള ആ ബോധ്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വരണം, അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഡീഡ്സ് കൊണ്ട്, എൻ്റെ ചെയ്തികൾ കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ലാതെയാണ് ഞാൻ ആ ക്രിസ്മസ് സ്റ്റാർ അവിടെ തൂക്കിയിടുന്നതെങ്കിൽ അതിൻ്റെ കാശ് പോയെന്ന് മാത്രമേ ഉള്ളൂ, ഷോ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആത്മീയ അർത്ഥം വരാനായിട്ട് സാധ്യതയില്ല. അപ്പൊ ഇതാണ് ക്രിസ്മസ് സ്റ്റാറിന്റെ അർത്ഥം. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സ്റ്റാർ തൂക്കാനായിട്ട്. വീടിന് മുന്നിൽ തൂക്കുന്ന ക്രിസ്മസ് സ്റ്റാറിന്റെ ചെറിയ കാര്യങ്ങളിൽ വലിയ മാറ്റം അല്ലെ. ബെത്ലഹേമിൽ കണ്ട നക്ഷത്രം കാഴ്ചയിൽ ചെറുതായിരുന്നു, പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. സ്മോൾ ആക്ട്സ് ബിഗ് ചേഞ്ചസ്. ഒരിക്കലും മറക്കരുത്, വീടിന് മുന്നിൽ നക്ഷത്ര വിളക്ക് തൂക്കുമ്പോൾ അന്ന് നക്ഷത്രം ജ്ഞാനികളെ യേശുവിൽ എത്തിക്കാൻ വഴി കാണിച്ചതുപോലെ ഈ നക്ഷത്ര വിളക്ക് തൂക്കിയ വീട്ടിലുള്ളവർ ഞങ്ങൾ അനേകരെ യേശുവിൽ എത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരും ഉത്സാഹിക്കുന്നവരുമാണ് എന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെയല്ല എങ്കിൽ നക്ഷത്രം തൂക്കിയത് കൊണ്ട് എന്തർത്ഥമുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. രണ്ടാമത് നമ്മൾ ആർഭാടമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയുടെ സന്ദേശം ഇതാണ്. എവർ ഗ്രീൻ മരമാണ് ക്രിസ്മസ് ട്രീ അല്ലേ. അതിന്റെ മോളിൽ നോക്കുകയാണെങ്കിൽ കൂപ്പിയ കരങ്ങൾ പോലെയാണ് അതിന്റെ ആ കോണിക്കൽ ഷേപ്പ്. അത് മുകളിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നു, ഉന്നതങ്ങളിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിന്റെ പച്ചപ്പ് എവർ ഗ്രീൻ കളറാണ് അല്ലേ. അത് നമുക്ക് നൽകുന്ന നിത്യജീവനെയും അതെപ്പോഴും പുതുക്കാനായിട്ടുള്ള ആ നിത്യജീവന്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കാനായുള്ള ആഹ്വാനവുമാണ് അത് തരുന്നത്. ആ ട്രീ ട്രങ്ക് ഉണ്ടല്ലോ, അതിന്റെ മെയിൻ സ്റ്റം, അത് ദൈവം നമ്മുടെ അടിസ്ഥാനമാണെന്നും അതിന്റെ ബ്രാഞ്ചസ് യേശുവിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്നവരാണെന്നും അതിലിടുന്ന ലൈറ്റ്, അതിലിടുന്ന ഡെക്കറേഷൻ ലൈറ്റ്, ഇലൂമിനേഷൻ സെറ്റുകളൊക്കെ ലോകത്തിൽ നമ്മൾ കാണിക്കേണ്ട സാക്ഷ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കേണ്ടവരാണ് ഞങ്ങളെന്നും അതിന്റെ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന സ്റ്റാർ യേശുവാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും സൂചിപ്പിക്കുന്നു. ഓർമ്മിക്കേണ്ടത്, യേശുവിൽ ചേർന്ന് നിന്നാൽ ഒരിക്കലും ഉണങ്ങിപ്പോവുകയില്ല. ഇനി അതിൻ്റെ അത് നമ്മൾ ക്രിസ്മസ് ബെൽസ് തൂക്കാറുണ്ടല്ലേ, ക്രിസ്മസ് മണികൾ. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നിന്നെയും എന്നെയും എപ്പോഴും അവനിലേക്ക് വിളിക്കുന്നു. നമ്മൾ പള്ളിയുടെ മണി കേൾക്കുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അവിടെ സംതിങ് ഡിവൈൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ ആത്മീയമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു. അപ്പൊ ഇടയൻ വിളിക്കുന്നത് പോലെ യേശു എന്നും നമ്മെ വിളിക്കുന്നു. ക്രിസ്മസ് മണികൾ കാണുമ്പോൾ ഓർമ്മ വരേണ്ടത്, ഗോഡ്സ് കോൾ ഈസ് ലൗഡർ ദാൻ വേൾഡ്സ് നോയ്സ്. നിങ്ങൾക്കുള്ള വിളി ഇഗ്നോർ ചെയ്യരുത് എന്നുള്ള സന്ദേശം. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് റീത്ത് വെക്കാറുണ്ടല്ലേ, ഡോറിലൊക്കെ നമ്മൾ ക്രിസ്മസ് റീത്ത് തൂക്കിയിടാറുണ്ട്. അതിന്റെ ആ ഷേപ്പ് ഒന്ന് നോക്കിക്കേ, ഒരു സർക്കിളാണ്. ആ സർക്കിൾ നിറയെ പച്ചപ്പുള്ള സർക്കിള്, ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ക്രിസ്മസ് റീത്ത്. അതിന്റെ ആ ഒരു സർക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ, ഇറ്റ് ഹാസ് നോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്.
ദൈവത്തിന്റെ സ്നേഹവും അതുപോലെ തന്നെയാണ്. ആദിയും അന്തവും ഇല്ലാത്ത സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവത്തെ അത് സിംബലൈസ് ചെയ്യുന്നു. ഓർത്തോണം, ബ്രോക്കൺ സർക്കിൾ ആകുമ്പോഴത്തേക്കും ലൈഫ് ബ്രോക്കൺ ആകും. അപ്പൊ ആ സർക്കിള് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആയിരിക്കാനായിട്ട് ഉള്ള ആഹ്വാനമാണ് ക്രിസ്മസ് റീത്ത് നമുക്ക് നൽകുന്നത്. അതിൽ റെഡ് റിബൺ കാണാറുണ്ട്. അത് ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെയും അവനോട് ചേർത്ത് ബന്ധിപ്പിച്ചതിനെയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെയും, ഒരു രക്തബന്ധം. ഏതാണ് ആ രക്തം? യേശുവിന്റെ രക്തം മൂലം ഞങ്ങളെല്ലാവരും, ക്രിസ്തുവിലുള്ളവരെല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ളതുമാണ് റെഡ് ബലൂൺ സൂചിപ്പിക്കുന്നത്. അതിലെ മറ്റലങ്കാരങ്ങളെല്ലാം യേശുവിലേക്ക് വരാനുള്ള വിളിയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ക്രിസ്മസ് കാൻഡിൽ. അതിന്റെ ഒരു റെഡ് കളറിലെ കാൻഡിൽ നമ്മൾ കത്തിക്കാറുണ്ട്, മെഴുകുതിരി. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:5, ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്. ക്രിസ്മസ് തിരികൾ തെളിക്കുമ്പോൾ ഓർക്കേണ്ടത്, നമ്മെ വളയുന്ന ലോകത്തിന്റെ ഇരുട്ടുകൾ, അത് ജീവിതത്തിന്റെ പ്രഷർ ആകാം, ടെംപ്റ്റേഷൻ ആകാം, ഇൻസെക്യൂരിറ്റി ആകാം, എല്ലാത്തിലും യേശുവിന്റെ രക്തം വിലയായി നൽകി നമ്മെ രക്ഷിച്ച ലോകത്തിന്റെ പ്രകാശമായവനെ നോക്കി ആ കർത്താവ് തരുന്ന പ്രകാശത്തിൽ വേണം ഞാൻ നടക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ് ക്രിസ്മസ് കാൻഡിൽ തരുന്നത്. ക്രിസ്മസിന്റെ റെഡ് കാൻഡിൽ കാണുമ്പോൾ ഓർക്കണം, യേശു തന്റെ രക്തം നൽകിയാണ് ഈ വെളിച്ചം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. യേശുവിലല്ലാതെ മറ്റൊന്നിലും നോക്കിയാലും ഇറ്റേണിറ്റിയിൽ എത്തുന്നത് വരെ ആ വെളിച്ചം തെളിഞ്ഞു നിൽക്കില്ല. കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. നമ്മൾ ഇനി കാണുന്നത് കാൻഡി കെയിൻ ആണ്. അതായത് ഒരു വളഞ്ഞ ഒരു കാൻഡി കെയിൻ കാണാനായിട്ട് സാധിക്കില്ല. ഈ മിഠായിയുടെ ഷേപ്പ് ഒരു ജെ ഷേപ്പിലുള്ള കാൻഡി നമ്മൾ കണ്ടിട്ടില്ലേ? ആ മിഠായിയുടെ ഷേപ്പ്, നിറം നോക്കണേ. ഷെപ്പേർഡ് സ്റ്റാഫ്, ഈ ഇടയന്റെ വടി പോലെ അല്ലെങ്കിൽ ജെ ഷേപ്പിലാണ് അത് കൂടുതലും കാണുന്നത്. ഇടയന്റെ വടിയുടെ ഷേപ്പ്. നാമും അന്നത്തെ ഇടയന്മാരെ പോലെ നല്ല ഇടയനായ യേശുവിനെ കണ്ടെത്തണം എന്നതാണ് അത് നമ്മളെ സൂചിപ്പിക്കുന്നത്. ജെ സ്റ്റാൻഡ്സ് ഫോർ ജീസസ്. ജീസസ് ഈസ് ഗുഡ് ഷെപ്പേർഡ്. അതായത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ട്വിറ്ററും എയും ഒന്നുമല്ല നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് ജീസസ് ആണ് എന്നുള്ളത് കാണിക്കുന്നു. അതിന് 2 കളറാണല്ലേ, റെഡ് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ആ റെഡ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷ നൽകാൻ യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റ അടിയുടെ പാടുകളെ സൂചിപ്പിക്കുന്നതാണ്. അവന്റെ സ്നേഹം അത്രമാത്രം ഉണ്ട് നമ്മളോട് എന്ന് സൂചിപ്പിക്കുന്നു. വെറുതെ ബെഡായി അടിച്ചു പോകുന്ന ഒരു ദൈവമല്ല, പറഞ്ഞത് പാലിച്ച ഒരേ ഒരാളെ ലോകത്തിലുള്ളൂ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ നിർമ്മലനായിരുന്നവൻ, പാപമില്ലാത്തവൻ ശിക്ഷിക്കപ്പെട്ടു. അത് ആ അടികളെ സൂചിപ്പിക്കുന്നു. അതിന്റെ നടുക്കുള്ള വൈറ്റ് അവന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതോടൊപ്പം നമുക്കൊരു ഇൻവിറ്റേഷൻ കൂടിയാണ്. ഈ വിശുദ്ധിയോട് ചേർന്ന് നിന്നാൽ യേശുവിൽ ആകാനായിട്ട് നമുക്ക് സാധിക്കും. വഴി തെറ്റുന്നിടത്ത് യേശു വഴി ഒരുക്കി നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ വീടുകളിലും ക്രിസ്മസ് ട്രീയിലും ഒക്കെ നമ്മളൊരു ബിഗ് റെഡ് റിബൺ കെട്ടിയിടാറുണ്ട് അല്ലേ? ഇത് സിംബലൈസ് ചെയ്യുന്നത് നമ്മെ ബന്ധിപ്പിക്കുന്ന ദൈവ സ്നേഹം. അതിന്റെ നിറം ചുമപ്പാണ്. അത് യേശുവിന്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ പിതാവുമായിട്ട് അല്ലെങ്കിൽ സ്വർഗവുമായിട്ട് നമ്മളെ ചേർത്ത് ബന്ധിപ്പിക്കുന്ന രക്തബന്ധത്തിന്റെ ആഘോഷമാണ്, അവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നതിന്റെ ആഘോഷമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഡെക്കറേഷൻ ലൈറ്റുകൾ, ഇല്ലുമിനേഷൻ സെറ്റ്, ആ ചെറിയ ചെറിയ ബൾബുകൾ. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ അല്ലെ? ഏശയ്യായുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, റൈസ് ഷൈൻ ഔട്ട് ഫോർ യുവർ ലൈറ്റ് ഹാസ് കം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു. ഓർത്തു വെക്കണം, നമുക്ക് പ്രശോഭിക്കേണ്ടതെന്ന് നമ്മുടെ പുതിയ DP ഇടുന്നതിലോ റീൽസ് ഉണ്ടാകുന്നതിലോ നമ്മുടെ ഔട്ട്ഫിറ്റോ ഇത്രയും ഷൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നമ്മൾ സത്യമായിട്ട് ഷൈൻ ചെയ്യണമെങ്കിൽ യേശുവിൽ നമ്മൾ ആകണം. യേശുവിന്റെ ക്യാരക്ടർ നമ്മിൽ രൂപപ്പെടുമ്പോഴാണ് ആ ഷൈനിങ് പൂർത്തിയാകുന്നത്. ഓർത്തിരിക്കണം, ഡെമൺസ്ട്രേറ്റ് ക്രൈസ്റ്റ്, നോട്ട് ജസ്റ്റ് ഡെക്കറേഷൻ. എല്ലാ ഡെക്കറേഷനുകളിലും യേശുവിനെ റിഫ്ലക്സ് ചെയ്യാനായിട്ട്, ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻ അർത്ഥമുണ്ട്.
ക്രിസ്മസ് സ്റ്റോക്കിങ്ങിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ഷൂ പോലെ അല്ലെങ്കിൽ സോക്സ് പോലെ ഒരു സാധനം റെഡ് കളറിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ക്രിസ്മസ് സ്റ്റോക്കിങ്സ്. സന്ദേശം, യേശു ഉള്ളിൽ പ്രതീക്ഷ നൽകുന്ന, എംപ്റ്റി പോക്കറ്റ് നിറയ്ക്കുന്ന ഒരു ദൈവം. ഇത് കാണുമ്പോൾ ഓർക്കേണ്ടത്, റോങ് എക്സ്പെക്ടേഷൻ നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ആകും. അതിനൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. ഐതിഹ്യം നടന്നതാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും ആ ഐതിഹ്യം ക്രൈസ്തവീയതയ്ക്ക് എതിരല്ലാത്തത് കാരണം നമുക്ക് അതും ചിന്തിക്കാം. നിർധനനായ ഒരു വ്യക്തിയുടെ 3 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാനായിട്ട് സാധിക്കാത്ത ഒരു വില്ലേജിലുള്ള ആള്, അയാൾ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മുടെ സെയിന്റ് നിക്കോളാസ്, നമ്മുടെ പപ്പാഞ്ഞി, വന്ന് അയാളുടെ സോക്സിനകത്തേക്ക് ഗോൾഡ് കോയിൻ നിക്ഷേപിച്ചിട്ട് ആരും കാണാതെ കടന്നുപോകും. ഓരോ പെൺമക്കളുടെ വിവാഹം ആലോചിക്കുന്ന സമയത്തും ഇത് ആവർത്തിച്ച് അങ്ങനെ 3 പെൺമക്കളെയും സന്തോഷമായിട്ട് കെട്ടിച്ചയക്കാനായിട്ട് അയാൾക്ക് സാധിച്ചു. മാത്രവുമല്ല, അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ പണം നൽകിയതെന്ന് അയാൾക്കോ മറ്റാർക്കുമോ അറിഞ്ഞുകൂടായിരുന്നു, നിക്കോളാസ് മരിക്കുന്നത് വരെയും. ജീസസ് നെവർ ഡിസപ്പോയിന്റ്സ്. യേശു നമ്മുടെ ഏത് ആവശ്യവും അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് എന്ന് സ്റ്റോക്കിങ്സ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓർക്കാം. നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഒന്നാണ് ക്രിസ്മസ് കേക്ക്. വെറുതെ ഒരു ബേക്കറി സാധനം മുറിച്ച ആ ലാഘവത്തോടെ, എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന ഒരു പെരുന്നാളിന്റെ ലാഘവത്തോടെ അത് മുറിക്കല്ലേ. കേക്ക് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കേക്ക് മുറിക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് സങ്കീർത്തനം 34:8 ആ മുറിക്കുന്നയാളൊന്ന് ഉച്ചത്തിലെങ്കിലും പറയണം. കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ച് അറിയുവിൻ. ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് അവർ ലോർഡ്. നമ്മുടെ ദൈവം എത്ര നല്ലവനെന്ന് അറിയുവിൻ. കേക്ക് മുറിച്ച് ഓരോരുത്തരുടെയും വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് പറഞ്ഞിട്ട് വേണം ഈ ക്രിസ്മസിന് നമ്മളത് വെച്ചു കൊടുക്കാൻ. അതാണ് അതിന്റെ സന്ദേശം. മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു, പക്ഷെ ഇതും കൂടെ പറയണം. കേക്ക് മുറിക്കുമ്പോൾ ഓർക്കേണ്ട സന്ദേശം, നാം അവന്റെ മാധുര്യം പങ്കുവെക്കുന്നവരാകണം. അപ്പം കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ എന്ന സങ്കീർത്തനം 34:8 പറഞ്ഞിട്ടാകണം ക്രിസ്മസ് കേക്ക് മുറിക്കേണ്ടത്. ക്രിസ്മസിന് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടല്ലേ. നമ്മുടെ സ്നേഹ സമൂഹങ്ങളിൽ, പള്ളിയിൽ, പിന്നെ കൂട്ടുകാരുടെ ഇടയിൽ, സ്കൂളിൽ, കോളേജിൽ, ഫ്രണ്ട് സർക്കിളിലൊക്കെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ഓരോ ഗിഫ്റ്റും കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് ദൈവം നമുക്ക് തന്ന യേശുവാണ്. അതിനോളം വിലമതിക്കുന്നതല്ല ഒരു ഗിഫ്റ്റും എന്നുള്ളത് ഓർമ്മ വരണം. യോഹന്നാൻ 3:16 മറക്കരുത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ സുതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ, ആ വാക്ക് ഓർക്കണം, അത്രമാത്രം സ്നേഹിച്ചു. ഗിഫ്റ്റ് തരുന്നത് അത്രമാത്രം സ്നേഹമുള്ളവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഗിഫ്റ്റ് കിട്ടിയവരാണ് നമ്മൾ. വേറെ ഒരു ഗിഫ്റ്റും ഇസ് നോട്ട് വാല്യുബിൾ ലൈക്ക് ജീസസ്. ലോകം നമുക്ക് തരുന്ന ടെമ്പററി പ്ലഷേഴ്സ് ഉണ്ട്, പക്ഷെ ക്രൈസ്റ്റ് നമുക്ക് തരുന്നത് എറ്റേണൽ പ്ലഷറാണ്. അതാണ് അതിന്റെ സൂചന. പിതാവ് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായി യേശുവിനെ തിരിച്ചറിഞ്ഞ് ആ ഗിഫ്റ്റിന്റെ വിലയുടെ ആഴം, വീതി, നീളം, ഉയരം ധ്യാനിക്കുന്നതായിരിക്കണം. ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോഴും കണ്ണു നിറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ക്രിസ്മസ് ബലൂൺ അല്ലേ. തളർന്നു കിടക്കുന്ന ഒരു ക്രിസ്മസ് ബലൂണിനെ നോക്കിയാൽ നമ്മുടെ ലൈഫായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. നമ്മളിലും ഹോളി സ്പിരിറ്റ് ഇല്ലാതിരുന്ന സമയത്ത് ഇതുപോലെ ചതഞ്ഞെന്നും പറഞ്ഞ് ഒരു ഉപയോഗവും ഇല്ലാതെ കിടന്നിരുന്ന ഒരു സാധനം, അതിൻ്റെ അകത്തേക്ക് ദൈവീക ചൈതന്യം നിറഞ്ഞപ്പോൾ, ഹോളി സ്പിരിറ്റ് വന്ന് നിറയുമ്പം അതെല്ലാവർക്കും കണ്ണിന് കൗതുകവും ഒന്ന് തൊടാനും ആസ്വദിക്കാനും തോന്നുന്ന തരത്തിൽ ആകർഷണവുമായിട്ട് ആ ബലൂണിന്റെ ജീവിതം മാറുന്നത് പോലെ ദൈവാത്മാവുമായിട്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതവും ഇതുപോലെ മാറും. ഓർക്കണം, ഈ ഉള്ളിലേക്ക് കയറിയ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ കാറ്റുപോയ ബലൂൺ എന്ന് പറഞ്ഞ കണക്ക് പിറ്റേന്ന് അടിച്ചു വാരുന്നതിന്റെ കൂട്ടത്തിൽ ചവറുകൂനയിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടതാണ് ആ ബലൂൺ എന്ന് ഓർക്കണം. അതുപോലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടാതെ എന്നും ആകർഷണീയത നിലനിർത്തി സ്വർഗീയ പ്രഭയിൽ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അത് തരുന്ന സന്ദേശം. പുൽക്കൂട് നമുക്കറിയാം, യേശുവിന്റെ മനുഷ്യാവതാരത്തെ ഓർക്കാൻ മാത്രമാകരുത് ആ പുൽക്കൂട് വെക്കുന്നത്. ഈശോ വീണ്ടും വരുമെന്ന വാഗ്ദാനം ഓർത്ത് അവൻ രാജാതിരാജനായി വാനമേഘങ്ങളിൽ വരുവാനിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് അതിനായി കാത്തിരിക്കണം എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. വാനമേഘങ്ങളിൽ
ഇനി വരുവാനിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കാൻ വിശുദ്ധിയിൽ നമ്മൾ നിരന്തരം ഒരുങ്ങണം എന്നതാണ് ഇന്ന് നമുക്കുള്ള സന്ദേശം. അവന്റെ ആദ്യത്തെ വരവ് മാത്രമല്ല, രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. കൂട്ടുകാരെ, ഇത് വീണ്ടും കേട്ട് അറിഞ്ഞ് ഈ തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, അതുപയോഗിക്കുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ തരുന്ന ആത്മീയ അർത്ഥം മനസ്സിലാക്കി, അങ്ങനെ ഈ ക്രിസ്മസിന് ഒരു ആത്മീയ ഉണർവ്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിനെന്താണ് അതിന്റെ സ്പിരിച്വൽ സിംബോളിക് മീനിങ് എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒരു സാക്ഷ്യമാകും. അത് യേശു കൂടെയുള്ള ഒരു അനുഭവമാകും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന അപ്പന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ ആ ഒരു ആസ്വാദനത്തോടെ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് മാറും. ക്രിസ്മസ് ക്രിസ്തു ഇല്ലാതാകാനായിട്ട് ഇടയാക്കല്ലേ. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ഒരു ശാപത്തിന്റെ ആഘോഷമാകും. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ ഏതാണെങ്കിലും അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തു ആയിരിക്കണം. അവന് ചേർന്നിട്ടുള്ളതായിരിക്കണം ആഘോഷങ്ങളെല്ലാം. മെറി ക്രിസ്മസ് ടു യു. കർത്താവ് നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.